നിയമം കൊണ്ട് നമുക്ക് ശിക്ഷിക്കാൻ കഴിയും, പക്ഷേ പ്രതിരോധം ആവശ്യമാണ്. ഈ ഒരു ജീവൻ പൊലിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കർശന നിയമ നടപടിക്ക് വിധേയമാക്കി ആശ്വാസം കൊണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ബോധവൽക്കരണത്തെ കുറിച്ച് പറഞ്ഞത്. കാരണം സമൂഹത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ കുടുംബങ്ങൾക്കൊക്കെ മാറ്റം വരണം. ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ശാരീരികമായ മാനസികമായ പീഡനം അനുഭവിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് കഴിയുമെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സഹിച്ചു നിൽക്കാൻ പറയുന്നു എന്നുള്ള നിലപാട് ഒരിക്കലും ശരിയല്ല. പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാഹചര്യവും അതിനുള്ള ധൈര്യവും നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടതാണ്. സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആത്മഹത്യ കുറിപ്പിലൊക്കെ ഗുരുതര ആക്ഷേപങ്ങളാണല്ലോ. അമ്മയോട് ഉൾപ്പെടെ പറഞ്ഞിട്ടും ആ കാര്യത്തിൽ ഇതില്ല എന്ന് പറയുന്നത്. അപ്പൊ നിരന്തരം ഇത്തരം സംഭവങ്ങളായിട്ട് ആവർത്തിക്കുകയാണ്, മാറ്റം ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഈ ആറ്റുകാലത്ത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് മറ്റൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത്. നിരന്തരമായി പീഡനത്തിനിരയാകുന്ന മാനസികവും ശാരീരികവുമായ ക്രൂരമായ മർദ്ദനങ്ങൾക്കടക്കം വിധേയമാകുന്ന കുട്ടികളോട് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്ന് പറയുന്ന മനോഭാവം മാതാപിതാക്കൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വലിയൊരു ബോധവൽക്കരണത്തിന് സംസ്ഥാന വനിതാ വകുപ്പ് ആലോചിക്കുകയാണ്. ആവർത്തിച്ച് ഒരു മുഴുവൻ കയറിലോ അല്ലാതെയോ ഒക്കെ ജീവൻ ഒടുക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ എത്രമാത്രം മാനസിക വേദന അനുഭവിച്ചിട്ടായിരിക്കും. ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ കർശന നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകും.